ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ സന്യാസി മഹാത്മാക്കളുടെയും പാദപത്മങ്ങളിൽ ഓം നമോ നാരായണായ സ്മൃതിയോടെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. രാമേശ്വരം കടൽ തീരത്ത് സീതാന്വേഷണ ദൗത്യവുമായി എത്തിച്ചേർന്ന വാനരപ്പടയോട് സേനാനായകനായി നിയുക്തനായ അംഗദൻ അന്വേഷിക്കുകയാണ്, ആരാണ് 100 യോജന സാഗരം ചാടിച്ചെന്ന് രാവണപാലിത ലങ്കയിൽ ജാനകിയുണ്ടോ എന്ന് അന്വേഷിച്ച് വരാൻ പോണത്. ആരും മറുപടി പറഞ്ഞില്ല. ഈ സമയത്ത് ജാംബവാൻ ഇടപെട്ട് പറയുന്നു, ഓരോരുത്തർക്കും എത്ര സാധിക്കും അത് പറയുക. അപ്പൊ വാനരന്മാർ ഉത്സാഹത്തോടുകൂടി 10 യോജന ചാടാമെന്നും 20 യോജന ചാടാൻ തനിക്ക് ശേഷിയുണ്ടെന്നും 30 യോജന ചാടുന്നതിന് എനിക്ക് പ്രയാസമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. 10ന്റെ ഗുണിതമായിട്ടാണ് വാൽമീകി രാമായണത്തിൽ ചാടാനുള്ള ശേഷിയെക്കുറിച്ച് പറയുന്നത്. ഒടുവിൽ അംഗദൻ പറഞ്ഞു, എനിക്ക് 100 യോജന ചാടാൻ സാധിക്കും, പക്ഷെ അതൊരു ഒടുക്കത്തെ ചാട്ടായി പോകും, തിരിച്ചു ചാടാൻ പ്രയാസവും. ഈ സമയത്ത് ജാംബവാൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങേക്ക് സാധിക്കുമെങ്കിലും അനുവദിക്കില്ല, കാരണം അങ്ങ് ഞങ്ങളുടെ നേതാവാണ്. എപ്രകാരമാണോ വൃക്ഷത്തിന് വേര് സംരക്ഷിക്കപ്പെടുന്നത് പ്രധാനമാവുന്നത്, അതുപോലെ അങ്ങയെ ചാടാൻ അനുവദിക്കില്ല, അങ്ങവിടെ നിൽക്കണം. ജാംബവാൻ സ്വയം പറഞ്ഞു, തനിക്ക് 100 യോജന ഒരു പ്രശ്നമല്ല, പക്ഷെ അത് പണ്ട് കാലത്തായി പോയി, ഇപ്പൊ വയ്യ. തുടർന്നാണ് മാരുതിയെ അന്വേഷിക്കുന്നത്. ഹനുമാൻ എവിടെ പോയി? ഹനുമാനാകട്ടെ ഇതിലൊന്നിലും തനിക്ക് പങ്കില്ലെന്ന മട്ടിൽ തികച്ചും ഉദാസീനനായി ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. ജാംബവാൻ അടുത്തു വന്നു, ഹനുമാൻ, തനിക്ക് തീർച്ചയായിട്ടും ഇത് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, ആമുഖമായി പറഞ്ഞുകൊണ്ട് ഹനുമാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കാണിച്ചിട്ടുള്ള സാഹസങ്ങളുടെ പട്ടിക നിരത്തുകയുണ്ടായി. ഇത് കേൾക്കുന്തോറും ഹനുമാൻ കൂടുതൽ കൂടുതൽ വീര്യമാർജിച്ച് സമുദ്ര ലംഘനത്തിന് തയ്യാറാവും. ഹനുമാൻ പറയുന്നു, എങ്കിതാ കണ്ടുകൊള്ളൂ നിങ്ങൾ എല്ലാവരും. വീര്യം കൊണ്ട് ജൃംഭിതനായ ഹനുമാൻ ഓരോ കാൽച്ചുവടുമായി ഒരു ചാടി ഉയരണമെങ്കിൽ ഒരു ഉചിതമായ ലോഞ്ചിങ് പാഡ് വേണം. അത് തേടി പോയത് മന്ദരപർവ്വതത്തിന്റെ മുകളിലേക്കാണ്. പർവ്വതത്തിലേക്ക് ചവിട്ടിക്കയറുന്ന ഹനുമാന്റെ ആ ഒരു പ്രഭാവം കൊണ്ട്, വീര്യം കൊണ്ട്, കരുത്തുകൊണ്ട് ഭൂമി ഞെരിഞ്ഞമരുന്നു എന്നാണ് വാൽമീകി മഹർഷി ചിത്രീകരിച്ചിരിക്കുന്നത്. മാളങ്ങളിൽ നിന്നും പാമ്പുകൾ പുറത്തേക്ക് തലനീട്ടി അത് പണം വിടർത്തി നിൽക്കുന്ന കാഴ്ചയാണ്. കൊടിതോരണങ്ങൾ തൂക്കിയ പോലെ തോന്നി എന്നിങ്ങനെയൊക്കെ ഗംഭീര വർണ്ണനങ്ങളൊക്കെ ഉണ്ട്. ഒത്ത മുകളിലെത്തിയ ഹനുമാൻ ആദ്യം ചെയ്തത് തന്റെ പിതൃപിതാമഹന്മാരെയും ഋഷിവൃന്ദത്തെയും ശ്രീരാമചന്ദ്ര പ്രഭുവിനെയും മറ്റു ദേവതാവിശേഷങ്ങളെയും പ്രകൃതിയെയും ഒക്കെ പ്രണമിക്കുക എന്ന കാര്യമാണ്. അതിനുശേഷം താൻ ഏറ്റെടുത്ത ദൗത്യത്തിനു വേണ്ടി ഹനുമാൻ തയ്യാറെടുക്കുന്നു.
ശരീരത്തെ ആവുന്നത്ര ചുരുക്കി വാല് കോല് പോലെയാക്കി നിർത്തി കഴിയുന്നത്ര ചുരുണ്ട് കൂടി നിൽക്കുന്ന ആ ഒരു ചിത്രം. അതിനുശേഷം ആലോചനയിലാണ് ഹനുമാൻ. ആ സമയത്ത് വാലിങ്ങനെ ചുഴറ്റുന്നുണ്ട്. വാൽമീകി മഹർഷി പറയുന്നത് ജഗാമ ലങ്കാം മനസാ മനസ്വി. ലങ്കയിൽ എത്തിച്ചേർന്നിട്ടില്ല, പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ലങ്കയിൽ എത്തിയതായിട്ട് ഭാവിച്ചു. താൻ ആരാണ് എന്ന ചോദ്യത്തിന് ഹനുമാൻ സ്വയം ഭാവന ചെയ്തത് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ വില്ലിൽ നിന്നും തൊടുക്കപ്പെട്ട ശരമാണ് ഞാൻ, അതുപോലെ സാക്ഷാൽ ഗരുഡനാണ് ഞാൻ എന്നിപ്രകാരം ഭാവന ചെയ്തുകൊണ്ട് സകലരെയും വന്ദിച്ച് കൈകൂപ്പി പിടിച്ച് കണ്ണടച്ച്, വാൽമീകി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടി നാടകീയമായി ചേർത്തുകൊള്ളട്ടെ, അങ്ങനെ നന്നായി അമർന്നിരുന്ന് ലങ്കയെ ചിന്തിച്ച് ലങ്കയിൽ എത്തിയതായിട്ട് ഭാവിച്ചുകൊണ്ട് ജയ് ശ്രീരാം എന്ന് കുതിച്ചു എന്നാണ്. ഈ ചാട്ടത്തിനിടയിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ വന്നതൊക്കെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്, വിസ്തരിക്കുന്നില്ല. ഇങ്ങനെ മാരുതി കാര്യം സാധിച്ച് തിരിച്ചു വന്ന ഒരു ചരിത്രം. ഈ മാരുതിക്ക് എന്ത് സംഭവിച്ചു? മാരുതിക്ക് സ്വന്തം പ്രഭാവത്തെക്കുറിച്ച്, സ്വന്തം ഗൗരവത്തെക്കുറിച്ച്, സ്വന്തം വീര്യത്തെക്കുറിച്ച്, സ്വന്തം ശക്തിയെക്കുറിച്ച് ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഈ സമയത്താണ് സാക്ഷാൽ ജാംബവാൻ അടുത്തു ചെന്ന് മാരുതിയുടെ ഗൗരവത്തെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുന്നത്. അതോടുകൂടി പുനഃസ്മൃതി വന്നതോടുകൂടി അർജുനൻ പറയുന്നത് പോലെ തന്നെ നഷ്ടോ മോഹ സ്മൃതിർലബ്ധ, ഇനി ഞാൻ ഭഗവാൻ പറയുന്നത് പോലെ കാര്യം ചെയ്തോളാം എന്ന് പാർത്ഥൻ പറഞ്ഞതുപോലെ മാരുതി വീര്യത്താൽ വിജൃംഭിതനായി ദൗത്യം ഭംഗിയായി നിർവഹിച്ചു തിരിച്ചു വന്നു. ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഒരു ഇഷ്ടദേവതാ സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാവുന്ന ഒരു ഉജ്ജ്വല മാതൃക അത് സാക്ഷാൽ ഹനുമാനാണ്, മാരുതിയാണ് എന്ന്. ഇന്ന് സനാതനധർമ്മ വിശ്വാസികളുടെ കാര്യം പരിഗണിക്കുന്ന സമയത്ത്, വിശിഷ്യ കേരളത്തിന്റെ ഒരവസ്ഥ പരിഗണിക്കുമ്പോൾ, മാരുതിയുടെ പൂർവാശ്രമാവസ്ഥ എന്ന് പറയട്ടെ, ചാടുന്നതിന് മുൻപ്, ജാംബവാൻ ഓർമ്മിപ്പിക്കുന്നതിന് മുൻപ് സ്വന്തം മഹത്വം മറന്ന്, പൂർവകാല ചരിത്രം മറന്ന്, ഋഷീശ്വരന്മാരുടെ മാർഗദർശനം മറന്ന് തികഞ്ഞ ആലസ്യത്തിലും, ഇനി ആകെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒരുപാട് പരാതികളാണ്. സർക്കാർ ശരിയല്ല എന്ന് തൊട്ട് മറ്റുള്ളവരാണ് ഞങ്ങളുടെ ഈ ഒരു ദുസ്ഥിതിക്ക് കാരണമെന്ന് എണ്ണി പറയുന്ന ദുരവസ്ഥയിലേക്ക് സനാതനധർമ്മ വിശ്വാസികൾ, ഹിന്ദുമത വിശ്വാസികൾ ആകെ അധപ്പതിച്ച ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ മാർഗദർശക മണ്ഡലം, സന്യാസി വര്യന്മാർ കേരളത്തിന് മാർഗദർശനം നൽകാൻ ഇതൊരു ജാംബവ ധർമ്മമാണ് നിർവഹിച്ചത് എന്ന് തീർച്ചയായിട്ടും വിചാരിക്കാം. ഹിന്ദുമത വിശ്വാസികളോട് ശംഭുജിയ ചിദാനന്ദപുരി മഹാരാജ് യാത്രയിലുടനീളം പറഞ്ഞത്, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ വേണ്ടത്ര കരുത്തുള്ളവരാണ്. നിങ്ങൾക്ക് പൂർവകാല പ്രോജ്വല ചരിത്രമുണ്ട്. ആ ചരിത്രത്തെക്കുറിച്ച് അറിയൂ, അതിൽ നിന്ന് പ്രചോദനം ആർജിക്കൂ, അവസരത്തിന് ഉയർന്ന് ചെയ്യേണ്ടത് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് വന്നു ചേർന്നിട്ടുള്ള ഒരു കഷ്ടങ്ങളും ഒരു നഷ്ടങ്ങളും നമ്മെ ബാധിക്കില്ല.
4 സകാര ഉപാസനകളെ കുറിച്ച് സ്വാമിജി ഉടനീളം സംസാരിക്കുകയുണ്ടായി. വേണ്ടത്ര സമ്പത്തുണ്ടാവുന്നതിനെ കുറിച്ച്, സംഘടനാ ബലം ആർജിക്കുന്നതിനെ കുറിച്ച്, സന്തതികൾ സമ്പത്താണ് എന്ന് തിരിച്ചറിയുന്നതിനെ കുറിച്ച്, സന്തതി എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികളുണ്ടാവുന്നതിനെ കുറിച്ചല്ല, അതൊക്കെ പൂജ്യ സ്വാമിജി വളരെ ഭംഗിയായിട്ട് വിസ്തരിച്ചിട്ടുണ്ട് യാത്രയിലുടനീളം. ഇതുപോലെ സംസ്കാരത്തിന്റെ പ്രബുദ്ധതയും നേടേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹിന്ദു നേതൃത്വ സമ്മേളനത്തിലും അതുപോലെ തന്നെ പൊതുസമ്മേളനത്തിലും വ്യക്തമായ മാർഗദർശനം നൽകിക്കൊണ്ടാണ് ഈ യാത്ര കാസർഗോഡ് നിന്ന് ഇവിടം വരെ എത്തിയത്. വാസ്തവത്തിൽ കഴിഞ്ഞ പലയിടങ്ങളിലും നടന്ന പരിപാടികളുടെ പ്രതിഫലനമായിരുന്നു ഇന്നത്തെ പരിപാടി എങ്കിൽ ഇത് കൂടുതൽ ഉജ്ജ്വലമായി നിർവഹിതമാകേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് നല്ലൊരു വേദി കിട്ടിയില്ല എന്നുള്ളത് അതൊക്കെ വിശകലനം ചെയ്യേണ്ടതാണ്. പുത്തരിക്കണ്ടം മൈതാനമായിരുന്നു ഇതിന്റെ സംഘാടകര് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചത്. പക്ഷെ അത് നമുക്ക് ലഭിച്ചില്ല അവസാന നിമിഷം. അങ്ങനെ ഈ പരിപാടിയെ നമുക്ക് വളരെ ചെറുതായ നിലയിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതുവരെ നമ്മെ അനുഗ്രഹിച്ച പ്രകൃതി എന്ന ചെറിയ ഒരു അനുഗ്രഹം ഈ വിധമാണ് ചൊരിയുന്നത്. ചെറിയൊരു മഴയുടെ ലാഞ്ചനയുമായി. ഇത് സൂചിപ്പിക്കുന്നത് നേരത്തെ വേദാമൃതാനന്ദ സ്വാമിജി ചൂണ്ടിക്കാണിച്ചതുപോലെ അമ്മ നമ്മളോട് പറഞ്ഞത് ഇതൊരു വിത്തിടൽ മാത്രമാണ്. അതുകൊണ്ട് ഈ പരിപാടിയെ ഉജ്ജ്വലമാക്കി നിങ്ങൾ സമാപിപ്പിക്കരുത്, മറിച്ച് ഇതുവരെ നേടിയെടുത്ത വിജയത്തിൽ നിന്ന് പ്രചോദനമാർജിച്ച് മുന്നോട്ട് പോകണം എന്ന് അമ്മ ഉദ്ബോധിപ്പിച്ചത് ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പരിപാടി ഇങ്ങനെയാവട്ടെ എന്ന് സങ്കല്പിക്കപ്പെട്ടത് എന്നാണ് തോന്നുന്നത്. ഈ സമയത്ത് ഞങ്ങളുടെ യാത്രയിലെ അനുഭവങ്ങൾ അനവധിയാണ്. വിശേഷിച്ചും പലയിടങ്ങളിലും ചോദ്യോത്തര വേളയിൽ എന്തൊക്കെ സങ്കടങ്ങളും സങ്കീർണതകളുമാണ് പങ്കുവെക്കപ്പെട്ടത്. പക്ഷെ അവിടെയൊക്കെ ശരിയായ അറിവിലേക്കും അവരവരുടെ കരുത്തിനെ കുറിച്ചുള്ള ബോധ്യത്തിലേക്കും സംഘടനാ ശക്തിയിലേക്കും പോയാൽ അതിനൊക്കെ പരിഹാരമാകും എന്നുള്ളത് യുക്തിഭദ്രമായ ഭാഷയിൽ ശംഭുജി ചിദാനന്ദപുരി മഹാരാജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ യാത്രയിൽ വളരെ ശ്രദ്ധേയമായ അനുഗ്രഹ വർഷം തൃശ്ശൂരിൽ ലഭിച്ചത് 95 വയസ്സ് പ്രായമുള്ള ശാരദാമഠത്തിന്റെ മാതാജി ശംഭുജിയ വിമലപ്രാണ മാതാജി വേദിയിൽ വന്നിരുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. രണ്ടാമത് ഭൂമാനന്ദജി മഹാരാജ് 93 വയസ്സ്. സ്വാമിജിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, വേദിയിൽ വന്നിരുന്ന് സദസ്സിനെ നോക്കി ചെയ്ത ഉജ്ജ്വലമായ പ്രഭാഷണം അത്ഭുതകരമായിരുന്നു. ഇത്തരം ഒട്ടനവധി അനുഭവങ്ങളോടെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയും തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്നാണ് ആശംസിക്കപ്പെട്ടിട്ടുള്ളത്, സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. ഋഷീശ്വരന്മാര്, സന്യാസി പരമ്പര അതാണ് ചിന്തിക്കുന്നത്. അത് നമുക്ക് ഏറ്റെടുത്ത് നിർവഹിക്കാൻ സാധിക്കുമാറാകട്ടെ. ഈ യാത്രയിലുടനീളം കൊണ്ടു നടന്ന് ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുള്ളവരും അത് വാങ്ങിക്കണം. ഹിന്ദുമത ധർമ്മ പരിചയം വളരെ ആവശ്യമാണ്. ഒപ്പം തന്നെ ഹിന്ദു വിശ്വാസ് ചാനൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്, തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഹിന്ദു വിശ്വാസ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിന്റെ പ്രവർത്തകർ വളരെ ഓടി നടന്ന് ഉത്സാഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ഹിന്ദു വിശ്വാസ് ചാനൽ. ഹരി ഓം.